പ്രിയപ്പെട്ടവരെ, ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം അല്പനേരം വചനം പറയാനായിട്ട് വന്നിരിക്കുക. അപ്പൊ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് ഇന്ന് ചിന്തിക്കുമ്പോൾ, ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ എൻ്റെ മനസ്സിൽ തന്ന ചിന്ത ഇതാണ്: കർത്താവേ, വചനം കൊണ്ട് എന്നെ തിരുത്തണമേ. നമ്മൾ ഈശോയുടെ ഈ നോമ്പ് കാലത്തിൽ നമ്മൾ കടന്നു പോകുമ്പം എല്ലാവരും ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ തിരുവചനം കൊണ്ട് എന്നെ തിരുത്തണമേ. നമുക്കറിയാം 119 സങ്കീർത്തനം 97 വചനത്തില് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കാം. 119 സങ്കീർത്തനം 97 വചനത്തിൽ ഇപ്രകാരം വായിക്കുകയാണ്: അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു, അതിനെപ്പറ്റിയാണ് ദിവസം മുഴുവനും ഞാൻ ധ്യാനിക്കുന്നു. സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയോ അധികമായി സ്നേഹിക്കുന്നു, ദിവസം മുഴുവൻ ഞാൻ അതിനെപ്പറ്റിയാണ് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയൊരു പ്രാർത്ഥനയാണ്, ഇതൊരു വലിയൊരു ചിന്തയാണ്. നമ്മൾ ഈ നോമ്പുകാലം മുഴുവൻ കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങയുടെ നിയമത്തെ, അങ്ങയുടെ വചനത്തെ ഞാൻ എത്രയോ അധികമായി സ്നേഹിക്കുന്നു, ദിവസം മുഴുവൻ അതിനെപ്പറ്റിയാണ് ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഞാൻ. നിങ്ങൾ വീണ വായിച്ചിട്ടുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാരും പോയി വിടുന്നു. ഉണ്ടോ? ഇല്ല, വീണ വായിച്ചിട്ടില്ല. വീണ വായിക്കാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല. എന്നാൽ എനിക്ക് വീണ വായിക്കാൻ ഒരുപാട് ആഗ്രഹമാണ്. പക്ഷേ പാട്ടിനെ കുറിച്ചോ പാട്ടിന്റെ ABCD എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ മനസ്സിൽ വീണ വായിക്കാൻ വലിയൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഈശോ ഒരു വചനം തന്നു. ആ വചനം നിങ്ങൾക്ക് കേൾക്കണ്ടേ? ആഗ്രഹമുള്ളവർക്കൊക്കെ ആ വചനം കേൾക്കാം. സങ്കീർത്തനം 71 സങ്കീർത്തനത്തിൽ ഒരു വൃദ്ധന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, പ്രായമായി കഴിയുമ്പോൾ എനിക്ക് അതിനുള്ള അവസരമുണ്ടാകും. അതേത് തരത്തിലുള്ള പ്രായമാണെന്ന് പിന്നീട് കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ മച്യൂരിറ്റിയിലേക്ക് ഞാൻ എത്തുമ്പോൾ എനിക്കൊരു വീണ കിട്ടും. അതാണ് 71 സങ്കീർത്തനം 22 വചനം. 71 സങ്കീർത്തനം 22 വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: എൻ്റെ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തത നിമിത്തം ഞാൻ അങ്ങയെ വീണ വായിച്ച് പുകഴ്ത്തും. എന്നിട്ട് അടുത്ത വചനമാണ്: ഇസ്രായേലിന്റെ പരിശുദ്ധനായവനെ കിന്നരം മീട്ടി ഞാൻ അങ്ങയെ സ്തുതിക്കും. എന്നിട്ട് അടുത്ത വചനമാണ്: ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങു രക്ഷിച്ച എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തു വിളിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വീണ വായന നിരന്തരം നടക്കണം. ദൈവം എന്നോട് കാണിച്ച വിശ്വസ്തത, അതാണ് കർത്താവെ, അങ്ങയുടെ വചനം ദിവസം മുഴുവൻ ഞാൻ ധ്യാനിക്കുകയാണെന്ന് പറഞ്ഞു. എന്താണത്? എൻ്റെ ദൈവം എന്നോട് കാണിക്കുന്ന വിശ്വസ്തതയെക്കുറിച്ച് ഞാൻ നിരന്തരം ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. ആ ധ്യാനമാണ് എൻ്റെ ആത്മാവിൻ്റെ ആനന്ദമായി, ഒരു ലഹരിയായി, ഒരു സംഗീതമായി, ഒരു വീണ വായനയായി, ഒരു കിന്നരം വായനയായി സ്വർഗത്തിലേക്ക് വരിക. ഞാനും നിങ്ങളും ഇൻസ്ട്രുമെന്റ് എടുത്ത് പഠിച്ച് വായിക്കുക എന്നുള്ളതല്ല ഇതിനർത്ഥം. എൻ്റെ ദൈവത്തിൻ്റെ വചനം ഞാൻ ധ്യാനിച്ച്, വചനത്തെ ഞാൻ സ്നേഹിച്ച് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പൊന്നു തമ്പുരാൻ എന്നോട് കാണിക്കുന്ന വിശ്വസ്തതയെക്കുറിച്ച് എൻ്റെ മനം ചിന്തിക്കാൻ തുടങ്ങും. ആ വിശ്വസ്തത അറിഞ്ഞ് എൻ്റെ ആത്മാവ് ആനന്ദിക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ പോലും അറിയാതെ ആത്മാവിൻ്റെ കുഞ്ഞു കുഞ്ഞ് മർമ്മരങ്ങൾ, കുഞ്ഞു കുഞ്ഞു സ്നേഹപ്രകടനങ്ങൾ അത് വീണക്കമ്പിയെ മൃദുലമായി തലോടാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹഗീതമാണ്, പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ വീണ വായന എന്ന് പറയുക. ഓരോ വ്യക്തിയുടെയും ആത്മീയ മച്യൂരിറ്റിയിലേക്ക് എത്തണം പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ. അങ്ങനെ എത്തുമ്പോഴാണ് നമുക്ക് ഈ ഒരു തലത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ വീണ വായിക്കാൻ ഇഷ്ടപ്പെടണം. എന്തിനെക്കുറിച്ച്? ദൈവം ഈ ഭൂമിയിൽ നിന്നെ സൃഷ്ടിച്ച് ഇന്നോളം നിന്റെ ജീവിതത്തിലേക്ക് അവൻ കാണിച്ച വലിയ വിശ്വസ്തതയോർത്ത്
തിരുവചനത്തിൽ നമ്മൾ പ്രായസാമർശിപ്പ് നമ്മൾ പറഞ്ഞു, മുൾപ്പടപ്പിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മൂക്കുകുത്തി പോകുമ്പോ കൈനീട്ടി പിടിക്കുന്ന, പുറകെ വരുന്ന, തേടിയെത്തുന്ന, വിശ്വസ്ത നിറഞ്ഞൊരു സ്നേഹമുള്ള പൊന്നു തമ്പുരാനെ ഓർത്തോർത്ത് പാടി സ്തുതിക്കണം നിന്റെ ആത്മാവ്, ഓർത്തോർത്ത് ധ്യാനിക്കണം നിന്റെ ആത്മാവ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടാവണം. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ തിരുവചനം കൊണ്ട് എന്നെ തിരുത്തണം. ഈശോയെ നിന്റെ വചനം കൊണ്ട് എന്നെ തിരുത്തണം. എൻ്റെ ജീവിതത്തെ കർത്താവെ അങ്ങയുടെ വചനം കൊണ്ട് തിരുത്തണം. ഇന്ന് എനിക്ക് തോന്നുക, എനിക്കറിയില്ല, ഞാൻ ആരെയും വിധിക്കുകയല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് വ്യക്തമായ ഒരു തിരിച്ചറിവ്, ഒരു കാഴ്ചപ്പാട് ഇന്ന് നമുക്ക് കുറവാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ ഞാൻ എന്താണ്, എൻ്റെ പ്രവൃത്തി എന്താണ്, അല്ല ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഞാൻ എവിടെ എത്തി നിൽക്കണം എന്നൊരു ചിന്ത എനിക്കും നിങ്ങൾക്കും കുറവാണ്. കാരണം ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് ഞാൻ കടന്നു പോകുമ്പോൾ ഒരിക്കല് ഒരു പിതാവ് എൻ്റെ അടുത്ത് വന്നു. പിതാവും അപ്പനും അമ്മയും കൂടിയാണ് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നത്. കടന്നു വന്ന സമയത്ത് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ്. നിറഞ്ഞിരിക്കുന്ന അമ്മ, കണ്ണുകളിൽ നല്ല ധൈര്യമുള്ള ഒരപ്പൻ. രണ്ടുപേരും കൂടെ വന്ന് കസേരയിലിരിക്കുമ്പം ഞാൻ ചോദിച്ചു, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? എന്തെങ്കിലും പ്രാർത്ഥന ഇന്റൻഷൻസ് നിങ്ങൾക്കുണ്ടോ? അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ നിറ കണ്ണുകളോടെ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങളുടെ മോൾക്ക് വേണ്ടി സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. അവൾക്ക് വിവാഹപ്രായം എത്തിയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ മോള് +2 കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ പോലും പള്ളിയിൽ പോയിട്ടില്ല. ഇന്ന് അവൾ എന്നേക്കുമായി വിശ്വാസം ഉപേക്ഷിച്ചു പോയൊരു കുട്ടിയാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ആ അമ്മ പറഞ്ഞപ്പോ പെട്ടെന്ന് അമ്മയുടെ ഇടത് കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് അപ്പൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ അതൊരു പ്രശ്നമല്ല. എന്നോട് പറഞ്ഞതാണ്, സിസ്റ്ററെ അതൊരു പ്രശ്നമല്ല. ഇന്ന് ഈ രാജ്യത്തിലെ പല സ്ഥലങ്ങളിലേക്ക്, പല വീടുകളിലേക്ക് സിസ്റ്റർ നോക്കിക്കേ, എത്രയോ മക്കൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, വിശ്വാസം ഉപേക്ഷിച്ചു പോയി. ഇതൊരു പ്രശ്നമാണോ? ആ മനുഷ്യനോട് ചോദിച്ചതാ, സിസ്റ്ററെ ഇതൊരു പ്രശ്നമാണോ? ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇതൊരു പ്രശ്നമാണ്. ഇതൊരു പ്രശ്നമല്ല എന്ന് തോന്നുന്നതാണ് ചേട്ടന്റെ പ്രശ്നം. ഇതൊരു ഫാഷനായി മാറി, മക്കള് വിശ്വാസത്തിന് പോയി, അതൊരു പ്രശ്നമല്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോ, ജീവിതത്തിന്റെ കഥകളും അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ കണ്ട് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നുകയാണ്, ഞാനും നിങ്ങളുമൊക്കെ കണ്ണടച്ചിട്ട് ഇരുട്ട് എന്ന് പറയുകയാണ്. നിറപ്രകാശത്തിൽ ഇരുന്നു കൊണ്ട് ഞാനും നിങ്ങളും കണ്ണടച്ച് ഇരുട്ട് 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 എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയും എത്രമാത്രം വിളിച്ചു പറഞ്ഞാലും ആ ഇരുട്ടായിരിക്കും. എനിക്കതറിയാം. ഞാൻ ഇന്ന് ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പം എനിക്ക് തോന്നാറുണ്ട്, ചിലപ്പം ഇത് ഇരുട്ടാണ് എന്ന് ഞാൻ പലയാവർത്തി പറഞ്ഞാലും നിങ്ങൾ പറയും അത് പ്രകാശമാണെന്ന്. അങ്ങനെ ഒരവസ്ഥ, ഒരു തിരിച്ചറിവില്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടും. അതുകൊണ്ട് ഈശോയോട് ഈ നോമ്പ് കാലത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം, യഥാർത്ഥമായ തിരിച്ചറിവിലേക്ക് ഞാൻ നടന്നു പോകേണ്ട വഴി ഏതാണ് എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരണേന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ സങ്കീർത്തനം 119 ഏതാനും വചനങ്ങളാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുക. 119 സങ്കീർത്തനത്തിൽ പ്രിയപ്പെട്ടവരെ 11 മുതലുള്ള വചനങ്ങൾ, 11 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. 119 സങ്കീർത്തനം 11 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ 11ാമത്തെ വചനം ഇങ്ങനെയാണ്: അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കും. നമുക്കെല്ലാം അറിയാം, നമ്മൾ പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. എന്താണ് വചനം? അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുക
ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അത് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യ വ്യക്തിയുടെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ അതിനെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പാപം ചെയ്യാതിരിക്കുക എന്ന് നെഗറ്റീവായി പറയാം. എന്നാൽ നമ്മൾ ആ നെഗറ്റീവിനെ അല്ല എടുക്കുക, പോസിറ്റീവിനെയാണ് എടുക്കുക. എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം, എങ്ങനെ ദൈവത്തെ രണ്ട് രീതിയിൽ കാണാം, പോസിറ്റീവ് നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഇവിടെ സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവേ അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കും. ഈ വചനത്തെ മാത്രം 3ആയിട്ട് ഭാഗിച്ചാൽ, 1 ദൈ വേഡ്, നിന്റെ വചനം. 2 ഇൻ മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൽ. 3 ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. 3 കാര്യങ്ങൾ നമുക്ക് ഈ ഒറ്റ വചനത്തിൽ കാണാം. നിന്റെ വചനം, എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി നിന്റെ വചനം, നിന്റെ വചനം അതെന്താണ്? ബൈബിളാണ്. തിരിച്ചറിവ് തരുന്ന ഒരു വചനം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കർത്താവിൻ്റെ വചനത്തിന്റെ ചുരുള് അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നുവെന്ന് വചനം നമ്മൾ വായിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. കർത്താവെ അങ്ങയുടെ വചനത്തിന്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നുവെന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുക. അപ്പോൾ ഇവിടെ വീണ്ടും കാണുകയാണ് 119 സങ്കീർത്തനം 13 വചനം, 18 വചനം, അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ, എൻ്റെ കണ്ണുകൾ നീ തുറക്കണമേ. ഇതാണ് ഈ പ്രമാണത്തിലേക്ക്, ദൈ വേഡ്. ഈ വേടെന്ന് പറയുന്നത്, വചനം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലേക്ക് വരണം, എന്നിലേക്ക് നോക്കാൻ നമുക്ക് പറ്റണം, നമ്മുടെ ഹൃദയത്തിലോട്ട് നോക്കാനായിട്ട് നമുക്ക് പറ്റണം. ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഞാൻ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അകത്തെടുത്ത് വെക്കുക എന്നുള്ളതല്ല. ഞാനിപ്പോ ഒരാളോട് പറയുകയാണ്, ചേച്ചി എൻ്റെ ഹൃദയത്തിലുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ചേച്ചി മൊത്തത്തോടെ എൻ്റെ ഹൃദയത്തോടെ എടുത്തു വെക്കുവല്ല, മറിച്ച് ചേച്ചി എന്ന് പറയുന്ന ആ വ്യക്തി എനിക്ക് തന്ന സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട്. ദൈ വേഡ്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു തമ്പുരാൻ എനിക്ക് തന്ന സ്നേഹം എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളറുകൾക്കുള്ളില് ഞാൻ സൂക്ഷിച്ചു വെക്കണം. അതാണ് വിശ്വസ്തതയെക്കുറിച്ച് ചിന്തിക്കുക, ധ്യാനിക്കുക എന്നൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വേട് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഇനി മറ്റൊരു വചനത്തിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ വചനം പറഞ്ഞു വെക്കുന്നുണ്ട്, കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 8-34 വചനം എനിക്ക് നിങ്ങൾക്ക് അറിയാം. അതുപോലെ ലൂക്ക 9:23 രണ്ടും ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. ഈശോ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പോൾ കുരിശ് എന്ന് പറയുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? ഇപ്പോ എനിക്ക് വലിയ ശ്വാസമുട്ടലാണ് ഈ ദിവസങ്ങളിൽ. അപ്പോ ഞാൻ പറയണം അല്ലേ, ഇതെന്റെ കുരിശാണ്. അതാണോ യഥാർത്ഥത്തിൽ കുരിശിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ? ഈശോയുടെ കുരിശ് നമുക്കറിയാം, രക്ഷാദായകമായ ഈശോയുടെ കുരിശ്. ഈ കുരിശിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം ഈശോ പറയുന്നത്, ഈ കുരിശിനെ ഞാൻ സ്നേഹപൂർവം ആശ്ലേഷിച്ചു. ഈശോ നടന്ന് ചെന്ന് പടയാളികളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതായത് ഈശോ ചെന്ന് ഏറ്റെടുത്തു. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ കുരിശെന്ന് പറയുന്നത്. അതെനിക്ക് വിട്ടുമാറാത്ത തലവേദന വരുന്നതല്ല എൻ്റെ ജീവിതത്തിലെ കുരിശ്. അതെനിക്ക് ദൈവം അനുവദിച്ച ഒന്നാണ്. പക്ഷെ ഞാൻ കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തെ പ്രതി ഞാൻ ഏറ്റെടുക്കുന്നതാണ് കുരിശ്. ദൈവസ്നേഹത്തെ പ്രതി മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഞാൻ എക്സ്ട്രാ ഏറ്റെടുക്കുന്നതാ കുരിശെന്ന് പറയുന്നത്. ആ കുരിശെടുക്കാനാ കർത്താവ് പറഞ്ഞേ. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നോമ്പ് കാലത്ത് ചിന്തിക്കണം, നമ്മൾ എത്രമാത്രം അങ്ങനത്തെ കുരിശ് ഏറ്റെടുത്തിട്ടുണ്ട്, എത്രമാത്രം അങ്ങനെ ഒരു കുരിശ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ കുരിശ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ജോലിയില്ലാത്ത അവസ്ഥ, ചിലപ്പം വീട്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥ. ഈശോ പറഞ്ഞത് എന്താണ്? കുരിശ്. ദൈവരാജ്യത്തെ പ്രതി നീ ഏറ്റെടുക്കുന്നത് എന്താ? നീ എന്താണ് എക്സ്ട്രാ ഏറ്റെടുക്കുന്നത്? ആ ഒരു കുരിശ് കർത്താവിന് കൊടുക്കണം. ആ കുരിശിന് മറ്റൊരു തലമാണ്. ഈശോ ചെന്ന് ഏറ്റെടുക്കുക ചെയ്തേ. അത് ഈശോയ്ക്ക് ആരും കൊണ്ടുപോയി കൊടുത്തതല്ല.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ കുരിശിന്റെ യാത്രകളൊക്കെ ധ്യാനിക്കുന്ന ഈ നാടുകളിൽ ഞാനും നിങ്ങളും ചിന്തിക്കണം, എന്താണ് എക്സ്ട്രാ ഞാൻ കുരിശായി ഏറ്റെടുക്കുന്നത്. ഈ മർക്കോസ് സുവിശേഷം 8:34, ലൂക്ക 9:23 ധ്യാനിക്കുമ്പോൾ ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമുക്കറിയാം, ഈശോയുടെ സ്നേഹത്തിലേക്ക് എത്തിപ്പെടാൻ ആർക്കും സമയമില്ല. പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ യഥാർത്ഥത്തില് ഞാനും നിങ്ങൾ ഒന്ന് ചിന്തിച്ച, ഒരു ക്രിസ്ത്യാനി, ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഇങ്ങനെ പോയാൽ മതിയോ? നമ്മളെല്ലാം ഒരു മൂടുപടത്തിലാണ്. ഞാൻ ഓക്കെയാണ്. നമുക്കറിയാം, ഒരു പക്ഷെ ചിലർക്കെങ്കിലും അറിയാം, മലങ്കരക്കാരുടെ ഓർത്തഡോക്സുകാരുടെയൊക്കെ ഈ നോമ്പ് കാലത്ത് 7 ആഴ്ചകളെ 7 രോഗസൗഖ്യത്തിന്റെ, ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ ഒക്കെ വചനഭാഗങ്ങളാണ് അവർ വായിക്കുക. 7 ആഴ്ചയിലും അങ്ങനെയാണ് ബൈബിളിൽ അവർ വായിക്കുക, ധ്യാനിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗത്ത് വായിക്കുക, കാനായിലെ കല്യാണ വിരുന്നില് ഈശോ ചെയ്ത വലിയൊരു അത്ഭുതം, വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതമാണ്. എന്നിട്ട് 2ാമത്തെ ആഴ്ച അവർ വായിക്കും, കുഷ്ഠരോഗിയെ ശുദ്ധനാക്കുന്ന ഈശോയെ അവർ ധ്യാനിക്കുക. 3ാമത്തെ ആഴ്ച അവർ ധ്യാനിക്കും, തളർവാദ രോഗി എഴുന്നേൽപ്പിക്കുന്ന കർത്താവിനെ ധ്യാനിക്കും. 4ാമത്തെ ആഴ്ചയിൽ കാനാൻകാരിയുടെ മകളെ സുഖപ്പെടുത്തുന്ന ഈശോയെ ധ്യാനിക്കും. 5ാമത്തെ ആഴ്ചയിൽ കർത്താവ് അവർ ധ്യാനിക്കുന്നത് അന്ധനെ സുഖപ്പെടുത്തുന്ന ഈശോയാണ് ധ്യാനിക്കുന്നത്. അങ്ങനെ അവര് ഓരോ ആഴ്ചയിലും ഈശോയെ കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുമ്പം നമുക്കറിയാം, ഈ കാനായിലെ കല്യാണ വിരുന്നിലെ ആ അപ്പനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കും. ആ അപ്പൻ്റെ വീട്ടില് വീഞ്ഞിന് ഇച്ചിരി കുറവ് വന്നു, ശരിയാ, അതൊരു നാണക്കേടാണ്. പക്ഷേ കുഷ്ഠരോഗിയെ അവൻ താതാത്മ്യപ്പെടുത്തി നോക്കുകയാണ്. ആ കാനായിലെ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയ അപ്പൻ കുഷ്ഠരോഗിയെ കാണുമ്പം അവൻ എന്ത് വിചാരിക്കും? ഈ കുഷ്ഠരോഗിയേക്കാൾ എന്ത് ഭേദമാണ് വീഞ്ഞ് തീർന്നു പോയ ഞാനെന്ന വ്യക്തി. കുഷ്ഠരോഗിയായ മനുഷ്യൻ തളർവാദ രോഗിയെ കാണുമ്പോൾ എന്ത് വിചാരിക്കും? എൻ്റെ ശരീരത്തിൽ കുഷ്ഠമുള്ളൂ, പക്ഷെ എനിക്ക് എഴുന്നേറ്റ് നടക്കാം, എനിക്ക് എങ്ങോട്ട് വേണേലും പോകാം, എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുകയാണ്. തളർവാദ രോഗി അടുത്ത വിജാതീയ സ്ത്രീയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾ വിജാതിയാണ്, അവൾ പുറത്താക്കാം, അവൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇങ്ങനെ ഓരോരുത്തരും താൻ നല്ലത് എന്നാണ് ചിന്തിക്കുക. എന്നാൽ ഈശോ കുഷ്ഠരോഗിയുടെ അടുക്ക ചെന്നു, കാനായിലെ കല്യാണ വിരുന്നിൽ ചെന്നു, ഈശോ വിജാതീയ സ്ത്രീയുടെ അടുത്ത് ചെന്നു, തളർവാദക്കാരുടെ അടുത്ത് ചെന്നു. ഈശോ ഓരോരുത്തരുടെ അടുക്കലേക്ക് എത്തി. പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലത്ത് എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാൻ ഒരു കാര്യം, നമ്മുടെ കണ്ണുകളിൽ തുല്യതയുണ്ടാവട്ടെ. എല്ലാവരെയും ഒരേ കണ്ണുകളോടെ കാണാൻ, എല്ലാവരിലും ജീവിക്കുന്ന ഒരു ഈശോയെ കാണാൻ, അവരുടെ മുമ്പിൽ ഞാൻ മെച്ചപ്പെട്ടവനാണെന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സല്ല. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ അവനെ സ്നേഹിക്കുന്നു, അവനിലുണ്ട്. ആ ഒരു മനോഭാവമാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി, ഒരു ശിഷ്യൻ എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുക, ഞാൻ ഉൾപ്പെടെയാണ് നിങ്ങളോട് പറയുക, എനിക്ക് തോന്നുന്നു ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കുമ്പം, മറ്റുള്ളവരെ നോക്കുമ്പം ഞാൻ മെച്ചമാണ്. എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു, അവരെ വെച്ച് നോക്കുമ്പം ഞാൻ എത്രയോ മെച്ചമാണ്. അവരുടെ സങ്കടം നോക്കുമ്പോൾ എനിക്കൊന്നുമില്ല സിസ്റ്ററെ. പ്രിയപ്പെട്ടവരെ, അതിന് മറ്റൊരു തലം കൂടി ഉണ്ട്. എല്ലാവരിലും ഈശോ ഉണ്ട്. അവിടെ ഈശോ എത്തി, ഇവിടെ ഈശോ എത്തി, ഇവിടെ ഈശോ എത്തി. ഇവനെ എങ്ങനെ കണ്ടോ, ഇവന്റെ കുറവിൽ എങ്ങനെ ഈശോ വന്നോ, അതുപോലെ ഇവളുടെ കുറവിൽ ഈശോ വരും. അപ്പൊ ഈശോയ്ക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഇന്ന് നമ്മുടെ ഒന്നും മനസ്സിൽ അതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞാൻ എന്നെ കുറിച്ച് ഈ നോമ്പ് കാലത്ത് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, കുറെ കൂടി ഒരുമയുടെ, ഒരു സമഭാവനയുടെ ഒരു ചിന്തയിലേക്ക്, ഇനിയും ക്രിസ്തീയത്വത്തിന്റെ യഥാർത്ഥ അടിത്തറയിലേക്ക് ഞാൻ ബൈബിള് വായിക്കുമ്പോൾ ജെറുസലേമിൽ നടന്നു നീങ്ങിയ ഈശോയെ അനുപദം അനുകരിക്കാൻ ഈ നോമ്പ് കാലം ഞാൻ കൂടുതലായി ധ്യാനിക്കാൻ സമയമെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഇത് മാറണമെന്ന് ഈശോ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ അത് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? ആ കുറവിലേക്ക് എത്തുന്ന
ഒരു ഈശോയാണോ നമുക്ക് ധ്യാനിക്കാൻ പറ്റുക? അതോ അവരെക്കാൾ മെച്ചമാണ് ഞാനെന്നുള്ള ഒരു അവസ്ഥയാണോ എനിക്കുള്ളത്? അവരിലേക്ക് എത്തിപ്പെടുന്ന ഒരു ഈശോയെ ധ്യാനിക്കാൻ നമുക്ക് പറ്റട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്ന ഒരു കുരിശ് ഈ നോമ്പ് കാലത്ത് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ മക്കളെ. ഒരു എക്സ്ട്രാ എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ മാത്രമല്ല, വിശുദ്ധരൊന്നും അങ്ങനെയല്ല. വിശുദ്ധർ എക്സ്ട്രാ ഏറ്റെടുത്തു കുരിശ്. ദൈവരാജ്യത്തിന് വേണ്ടി കുരിശ് ഏറ്റെടുത്തു. അങ്ങനെ ഒരു കുരിശ് ഏറ്റെടുക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും, സിസ്റ്റർ ഇപ്പൊ തന്നെ എൻ്റെ ചുമടും തലയും മുഴുവൻ തകർന്നു വീഴുന്ന കുരിശ് എനിക്കുണ്ട്, നീ എക്സ്ട്രാ എടുക്കാൻ പറയരുത്. മക്കളെ, സ്വർഗം ആവശ്യപ്പെടുന്നുണ്ട്. യേശു ഒരു കുരിശ് സ്വന്തമായി ചെന്ന് ഏറ്റെടുത്തെങ്കിൽ, ആ യേശുവിന്റെ ശിഷ്യനാണ് നീയെങ്കിൽ സ്വന്തമായി ഒരു കുരിശ് ഏറ്റെടുക്കണം. അത് ഏറ്റെടുക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇപ്പൊ സ്വയം പരിത്യജിക്കുക. അതിനെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ചിലരൊക്കെ പറയും, ഞാനിപ്പോ ഇത്രയും ജോലി ചെയ്തുകൊണ്ടിരുന്ന, ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന, എൻ്റെ മക്കളെ വലിയ സ്കൂളിലൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ എനിക്ക് പെട്ടെന്നൊരു ദൈവിക വെളിപാട് കിട്ടി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ചു. എൻ്റെ പിള്ളേരെ ഞാൻ ഏറ്റവും ചെറിയൊരു സ്കൂളിലോട്ട് വിട്ടു. ഞാൻ ജോലി ഉപേക്ഷിച്ച് ഞാൻ ഗുജറാത്തിലേക്ക്, അങ്ങ് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് എല്ലാവരെയും മാനസാന്തരപ്പെടുത്തുന്നു. പിന്നെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എല്ലാം ഉണ്ടായി. അപ്പൊ ഞാൻ വലിയ ആളായി മാറുകയാണ്. എന്നാൽ ഈശോ നമ്മോട് പറയുകയാണ്, അതെന്ന് പറയുന്നത് സ്വയം പരിത്യജിക്കലല്ല, അതൊരു പരിത്യജിക്കലാണ്. അവിടെ സ്വയത്തെ പരിത്യജിക്കുന്നില്ല, സ്വയത്തെ പരിത്യജിക്കണം. ഈ നോമ്പ് കാലത്ത് അടുത്തൊരു കാര്യം നിങ്ങളോട് പറയാൻ എനിക്കുള്ളേ, നമ്മുടെ സ്വയത്തെ പരിത്യജിക്കാൻ ഞാൻ 5 ലക്ഷം രൂപയുടെ സാലറി മേടിച്ചാലും എനിക്ക് പറ്റും. ഞാൻ എവിടെ ഇരുന്നാലും എനിക്ക് പറ്റും ഞാൻ എന്ന വ്യക്തിയുടെ സ്വയത്തെ പരിത്യജിക്കും. പ്രഭാതം മുതൽ ഈ സമയം വരെ ഞാനും നിങ്ങളും കടന്നു വന്ന വഴികളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ധ്യാനം നടത്തിയപ്പോൾ ഞാൻ അവിടെ ഉള്ളവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇന്ന് ഒരാളെ പോലും വിമർശിച്ചില്ല, കുറ്റപ്പെടുത്തി ചിന്തിച്ചില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് കൈപൊക്കിക്കും. ഒരാളുടെയും കുറ്റം കാണാൻ എനിക്കിന്ന് പറ്റിയിട്ടില്ല എന്ന് ആ ഒരു അവസ്ഥ, ആ ഒരു സ്വയം പരിത്യാഗം, സ്വയത്തെ ത്യജിക്കുന്ന, അകത്തെ താഴ്ത്തുന്ന, എളിമപ്പെടുത്തുന്ന ഒരു ചിന്ത, ഒരു വിചാരം നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മളൊക്കെ ധ്യാനം കേൾക്കുന്നു, ശുശ്രൂഷകൾ ചെയ്യുന്നു, അടയാളങ്ങൾ, അത്ഭുതങ്ങളൊക്കെ നമ്മൾ തേടി പോവാ. പക്ഷെ ഈശോ പറയാണ് ഈ നോമ്പ് കാലത്ത്, മകനെ മകളെ, ഞാൻ ഈ കുരിശിൽ മരിച്ചേക്കുവാ. ഈ കുരിശിൽ എനിക്കൊന്നുമില്ല, ഞാൻ എല്ലാം തന്നു മരിച്ചില്ലേ, നീ എന്താ എനിക്ക് തരുന്നേ? നിന്റെ കുറെ കണ്ണുനീരോ, നിന്റെ കെട്ടിയോ നിന്നെ സ്നേഹിക്കാത്തോ, നിന്റെ മക്കൾ അകന്നു പോകുന്നതോ, മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തിയതോ, നീ കുറച്ചു ദൂരം വണ്ടി ഓടിച്ചു പോയതോ, നിന്റെ മുട്ടുവേദനയോ? ഈശോയ്ക്ക് അതല്ല വേണ്ടേ. നിന്റെ ഉള്ളിൽ വരുന്ന അകത്തെ ത്യജിക്കുന്ന ഒരു മകനാകാൻ പറ്റുമോ? ഒരു മകളാകാൻ പറ്റുമോ നിനക്ക്? ഈശോ അതാ നമ്മളോട് ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത്തരം ഒരു അനുഭവം ഇവിടെ ഒരു വലിയൊരു സ്ട്രഗിളാ. ഈ ഒരു സ്ട്രഗിള് ഈശോ നമ്മോട് ചോദിക്കുകയാണ്, നിനക്ക് പറ്റുമോ, നിനക്ക് പറ്റുമോ, നിനക്ക് പറ്റുമോ? പൗലോസ് ശ്ലീഹ നമ്മളോട് 4 തരത്തിൽ മരിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ഈശോ പറയാണ്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നീ 4 തരത്തിൽ മരിക്കണം. 4 തരത്തിലാ നീ മരിക്കേണ്ടത്. അതെങ്ങനെയെന്നറിയോ? ഒന്നാമത്തെ കാര്യമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ ഒന്നാമത്തെ മരണത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ 4 തരത്തിൽ മരിക്കണമെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ മരണം എന്താണ്? ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിന് മൃതനായി. അവിടെ വചനം പറയണം, ഒന്നാമത്തെ മരണം എന്താ? വചനത്തിന്, യേശുവിന്റെ കമാൻഡ്മെന്റ്സിന് ഞാൻ മരിക്കണം. വചനത്തിന് ഞാൻ മരിക്കണം. വചനത്തിന് എന്നെ വിധേയപ്പെടുത്തണം. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ നിയമം ഇങ്ങനെ പൊക്കി എഴുതി ഫരിസയരും സദുക്കായരും എല്ലാവരും കൂടി ചേർന്ന് ഒരു പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് മരിക്കാൻ പറഞ്ഞു. ഇവള് മരിക്കണം, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ച് ആ നിയമം അവളെ മരിക്കാൻ അവിടെ വിട്ടുകൊടുക്കുമ്പോ നിയമത്തിന്റെ ദാതാവായ യേശു ക്രിസ്തു അവളുടെ അടുക്കലേക്ക് ചെന്ന് അവളെ ആ നിയമത്തിൽ ഒരു രക്ഷ സാധിക്കാൻ പറ്റി.
പ്രിയപ്പെട്ടവരെ, നിയമത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ സഭ എനിക്ക് അനുവദിച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങൾക്കും മുമ്പിൽ വിധേയപ്പെട്ടു നിൽക്കാൻ, സഭാധികാരികൾക്ക്, വൈദികർക്ക്, എൻ്റെ മുകളിലുള്ളവർക്ക് അനുസരണത്തിന്മേൽ വിധേയപ്പെടാൻ, എൻ്റെ അഹത്തെ നിയമത്തിന് കീഴ്പ്പെടുത്തി മരിപ്പിക്കാൻ. അന്ന് പറഞ്ഞാൽ അനുതാപത്തിൻ്റെ ഒരവസ്ഥ. കുമ്പസാര കൂട്ടിലേക്ക് നീ പോകണമെങ്കിൽ, നീ പാപം എന്ന് പറയുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് നിനക്ക് മോചനം പ്രാപിക്കാൻ കുമ്പസാര കൂടുണ്ടെന്നുള്ളൊരു നിയമം, ആ കമാൻമെന്റ്സ്, പാപം ഏറ്റുപറയുന്ന ഒരു കമാൻമെന്റ്സ്, അതിലേക്ക് മരിക്കാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാൻ, ഞാനും നിങ്ങൾ ഒരുപോലെ നമുക്ക് പറ്റണം. നമ്മുടെ ആത്മാവിനെ നിരന്തരം ഈശോയുടെ വചനത്തോട് കൊണ്ടുപോയി വെച്ച്, ഈശോയെ എനിക്കിവിടെ ഒരു കുറവുണ്ട് കർത്താവേ, എന്നെ തിരുത്തിക്കോണേ ഈശോയെ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിയമത്തിന് മരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ പറ്റട്ടെ. രണ്ടാമതായി ഞാനും നിങ്ങൾ ഈ നോമ്പ് കാലത്ത് മരിക്കേണ്ടത് നമ്മുടെ ജഡത്തിന് മരിക്കണം. നമ്മൾ ഒത്തിരി കേട്ടോ, അതിനെക്കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി ഒന്നും പറയേണ്ട കാര്യമില്ല. ഗലാത്യർ 5:24 വചനം പറയും, യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കും. നമ്മുടെ ജഡത്തെ നമുക്ക് മരിക്കണം. ജഡത്തിന് മരിച്ചേ പറ്റൂ. നമ്മൾ പറയും ഇത് അസാധ്യമാണ്. കർത്താവ് എന്നാ പറയും? ഇത് സാധ്യമാണ്, ഇത് സാധ്യമാണ്. വലിയ ശക്തിയുള്ള ഒരു കുതിരയെ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് നിർത്തി. നിങ്ങൾക്ക് ആ കുതിരയുടെ മുകളിൽ കയറി യാത്ര ചെയ്യുമ്പം കുതിരയെ നിങ്ങൾ നിയന്ത്രിക്കണോ, കുതിര നിങ്ങളെ നിയന്ത്രിക്കണോ? നിങ്ങൾ സ്വയം ചിന്തിച്ചു. കുതിര നിങ്ങളെ നിയന്ത്രിച്ചാൽ കുതിരയ്ക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ കുതിര പോയിക്കൊണ്ടിരിക്കും. കുതിരയെ നിങ്ങൾ നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. എൻ്റെ ശരീരമാകുന്ന ജഡം അതൊരു വലിയ കുതിരയാണ്. അതിന് ഇഷ്ടമുള്ളത്തോടെ എല്ലാം അത് പോകും. അതിനെ ഞാൻ നിയന്ത്രിക്കണം. തിരുവചനം, വിശുദ്ധ കുരിശ്, ജപമാല എല്ലാം കയ്യിലെടുത്ത് പിടിച്ച് ഈ കുതിരയെ ഞാൻ നിയന്ത്രിക്കുമ്പോൾ എൻ്റെ സ്വർഗീയ അപ്പൻ ഇഷ്ടമുള്ള വഴിയെ മാത്രമേ എൻ്റെ ശരീരം സഞ്ചരിക്കുകയുള്ളൂ. മക്കളെ, ഒത്തിരി പ്രലോഭനങ്ങൾ വരും, അവിടെ ഇവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോ നമ്മൾ പോലും അറിയാതെ പ്രലോഭനങ്ങൾ വാതിൽ തുറന്നിങ്ങ് വരാൻ തുടങ്ങുമ്പോൾ ഈ കുരിശും ഈ തിരുവചനവും എടുത്ത് ഈ കുതിരയ്ക്കൊരു വലിയ കടിഞ്ഞാണിട്ട് കഴിഞ്ഞാൽ ആ കുതിര അവിടെ നിൽക്കും. എനിക്കിഷ്ടമുള്ള വഴിയെ നയിക്കാൻ സ്വർഗീയ അപ്പൻ ഒരു കൃപ എനിക്ക് തരും. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ശരീരത്തെ, എൻ്റെ ജഡത്തെ മരിക്കാൻ ഒരു കൃപ എനിക്ക് തരണം. മനുഷ്യർക്ക് അസാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്. മക്കളെ, ചോദിച്ചു പ്രാർത്ഥിക്കണം, ഈശോയെ ആ ഒരു കൃപ എനിക്ക് തരണേ. മൂന്നാമത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ ലോകത്ത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കേണ്ടത് ഈ ലോകത്തിന് മരിക്കണം. ഈ ലോകത്തിന് മരിക്കണം. ഈ ലോകത്തിന് മരിക്കുക. ഗലാത്യർ 6:14 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും, ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ പറയും, ലോകത്തിലുള്ള യാതൊന്നിലും നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്ന പിതാവിന്റെ സ്നേഹമില്ല. പക്ഷേ ഇത് എത്ര ആവശ്യം വായിച്ചാലും എത്ര ധ്യാനിച്ചാലും കണ്ണിന് ഇമ്പമുള്ളത്, മനോഹാരിതയുള്ളത് കാണുമ്പോൾ ആ ലോകത്തെ ഒന്ന് സ്നേഹിക്കാൻ എനിക്ക് നിങ്ങൾക്കും തോന്നും. അതെങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കൈയടക്കണമെന്ന് എനിക്ക് നിങ്ങൾക്കും തോന്നും. അങ്ങനെയാണ് അത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്കും ഇപ്പൊ എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരു ചിന്ത കൂടുതലായി വരികയാണ്. ലോകത്തിന് ഒത്തിരി അങ്ങ് കീഴ്പ്പെട്ടു പോകുക നമ്മൾ. പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന ഈ രാജ്യത്ത് അത് ഒത്തിരി ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഇങ്ങോട്ട് വന്ന് കയറി കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കണമെന്നൊന്നും ആഗ്രഹമില്ല ആർക്കും. പള്ളിയിൽ പോകണമെന്നൊന്നും ആഗ്രഹമില്ല. എല്ലാവരും അവരുടേതായ വഴികളിലൂടെ യാത്ര ചെയ്യുക. അവരുടെ പുറകെ ചെന്ന് വിളിച്ചാൽ പോലും അവർക്കത് വേണ്ട. ലോകത്തിന് മരിച്ചു. അവരെല്ലാം ലോകത്തിനല്ല മരിച്ചേ, ലോകം അവരെ കൊന്നിട്ടു. അവരുടെ മേൽ ലോകം ആധിപത്യം സാധിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലപ്പോൾ ഓർക്കും, ചിലരൊക്കെ പ്രാർത്ഥനാ സഹായം ചോദിക്കുമ്പോൾ തീർത്തും ലോകത്തിലായി പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്രമാത്രം ലോകത്തിലോട്ട് പോയ ചില ജീവിതങ്ങളെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ എന്നെ ലോകത്തിന് മരിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റണം ഈ നോമ്പ് കാലത്ത്. ഈശോ ഈ ലോകത്തിന് മരിച്ചു,
അല്ലെങ്കിൽ സാത്താൻ കൊണ്ടുപോയി വലിയ മലമടുക്കിന്റെ മുകളിൽ നിർത്തിയിട്ട് അതിന്റെ എടുത്തു ചാടിക്കോ, ഈ കാണുന്ന സർവ്വം നിനക്ക് തരാമെന്ന്. ഈശോൻ എടുത്തു ചാടിയില്ലല്ലോ കർത്താവ് ആ ലോകത്തെ എല്ലാം കാച്ചുവട്ടിൽ ഇങ്ങനെ ചവിട്ടി കീഴ്പ്പെടുത്തി. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ കണ്ണുകൾ എന്തിലേക്കാ തിരിഞ്ഞിരിക്കുന്നു? എന്ത് കാണാനാ, എന്ത് കിട്ടാനാ, എന്ത് ആസ്വദിക്കാനാണ് നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നത്? ലോകത്തിലോട്ട് നോക്കുന്നൊരു പ്രവണത എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, ഈശോയെ ഈ നോമ്പ് കാലത്ത് ഇവിടെ ഇരുന്ന് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഒരു കൃപ തരണേ കർത്താവെ, ലോകത്തിന് മരിക്കാൻ എനിക്കൊരു കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ വരുവാനുള്ള ആ രാജ്യത്തെക്കുറിച്ച് നോക്കാൻ എനിക്കൊരു കൃപ തരണം, സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു കൃപ തരണം. ഇനി 4ാമത്തെ മരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നടക്കണം, അനുനിമിഷം നടക്കേണ്ട ഒരു മരണമാണ്. റോമ 6:2 പാപത്തെ മരിച്ചവരായ നാം ഇനി മുതൽ അതിൽ ജീവിക്കരുത്. ഇനി അതെങ്ങനെയാ നമ്മൾ അതിൽ ജീവിക്കുക? നമ്മൾ പാപത്തിന് മരിക്കണം. നമ്മളിൽ നിന്ന് ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ഞാൻ നിങ്ങൾ ഒന്ന് ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ. ഈ നോമ്പ് കാലത്ത് ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോ, ഈശോയെ വചനം കൊണ്ട് എന്നെ തിരുത്തണേ കർത്താവേ, എന്നോട് നീ കാണിക്കുന്ന വലിയ വിശ്വസ്തയോർത്ത് വീണ വായിച്ച് നിന്നെ സ്തുതിക്കുന്ന എൻ്റെ ആത്മാവ് എപ്പോഴും ഇങ്ങനെ സ്വർഗീയ സ്നേഹം ആസ്വദിക്കുന്ന ഒരാത്മാവായിട്ട് മാറണമെങ്കിൽ ഞാനെന്ന വ്യക്തിയിൽ ഈ 4 മരണങ്ങൾ സംഭവിക്കണം. ഈ 4 മരണങ്ങൾ എപ്പോഴാ സംഭവിക്കുക? നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കുക. ഈ ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാ. ഈ 4 മരണങ്ങൾ നടക്കുമ്പോഴാ. ഈ 4 മരണങ്ങൾ നടന്നാലേ എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന വചനം അതെനിക്ക് ചെറിഷായി മാറുള്ളൂ, എനിക്കൊരു ആനന്ദമായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ അതെല്ലാം ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പോകും. പ്രിയപ്പെട്ടവരെ, എല്ലാം നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. നമ്മൾ ആരും ഒരു ദിവസം കൊണ്ടൊന്നും വിശുദ്ധരാകില്ല. പക്ഷെ ഈ നോമ്പ് കാലം അറിയില്ല എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന്. ഈ നോമ്പ് കാലത്ത് കുറച്ചുകൂടി ഒരു തിരിച്ചറിവ്, ഇതല്ലല്ലോ ഞാൻ ആകേണ്ട അവസ്ഥ, ഇതല്ലല്ലോ എൻ്റെ അവസ്ഥ. ഈ ലോകത്തിന്റെ ഭൗതികതയെല്ലാം നമ്മളിൽ നിന്ന് പോട്ടെ. നമ്മളിൽ ഒത്തിരി ഭൗതികത കടന്നു വരും. അപ്പൊ നമ്മൾ അതിലേക്ക് എത്താനോട്ടൊരു ശ്രമത്തിലാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചേ, നമ്മുടേതായ സെക്യൂരിറ്റി ഒന്ന് പുറത്തു വരാൻ ഇഷ്ടപ്പെടാതെ ഞാൻ ഓക്കെയാണെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്കുണ്ട്. എല്ലാം നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രവണതയൊക്കെ എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കണം. പക്ഷേ ഈ നോമ്പ് കാലത്ത് കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവേ, നീ ചെന്ന് കുരിശെടുത്തതുപോലെ നിനക്ക് വേണ്ടി ഒരു കുരിശെടുക്കാൻ ഒരു കൃപ എനിക്ക് തരണേ. കണ്ണുകൾ അടച്ച് ഈശോയുടെ കുരിശിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ചേർത്ത് വെച്ച് ആ കുരിശിന്റെ കൃപ, എല്ലാത്തിനും മരിച്ച് ഈശോയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു കൃപ ചോദിച്ച് കർത്താവിനെ നമുക്ക് എല്ലാവർക്കും ആരാധിക്കാം. കർത്താവെ, എന്നെ ഒന്ന് മാറ്റിയെടുക്കണേ ഈശോയെ, എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റിയെടുക്കണേ കർത്താവെ. ഞാൻ എന്താ ഈ ലോകത്തായിരിക്കുമ്പോൾ വ്യക്തമായൊരു തിരിച്ചറിവ് അപ്പാ എനിക്ക് തരണേ എൻ്റെ പൊന്നു തമ്പുരാൻ. എനിക്കൊരു തിരിച്ചറിവ് തരണേ. എല്ലാവരും ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച്. എവിടെയൊക്കെയാ നമുക്ക് തിരിച്ചറിവില്ലാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ? എവിടെയൊക്കെയാ നമുക്ക് വ്യക്തമായ ബോധ്യങ്ങളില്ലാതെ പോകുന്നത്? നമ്മൾ ഭൗതികതയിൽ ഇങ്ങനെ തടഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ ഈശോയെ പാടില്ലപ്പാ, ശുദ്ധീകരിക്കണേ ഈശോയെ. പുതിയ ഹൃദയം നൽകണേ കർത്താവെ, പുതിയ വ്യക്തിത്വം നൽകണേ അപ്പ. നിർമ്മലമായ ഹൃദയം തന്ന് വചനം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണേ, തിരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഉള്ളുരുകി ഈശോയുടെ കുരിശിലേക്ക് കെട്ടിപ്പിടിച്ച് ഒന്ന് ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച ഈശോയെ ശുദ്ധീകരിക്കണേ, ഈശോ എന്നെ ശുദ്ധീകരിക്കണേ കർത്താവെ. വലിയ വിശുദ്ധി എനിക്ക് തരണേ, തിരുത്തൽ തരണേ കർത്താവെ. ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം പടം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ.
ഹല്ലേലൂയ 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 മഹത്വം 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 ഹല്ലേലൂയ 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 ഈശോയേ ഈശോ 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 ആരാധന മഹത്വം 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 കർത്താവേ മഹത്വം 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 ഈശോയേ ഈശോ 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 ഹല്ലേലൂയ 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 പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിൽ ലഹരി പിടിപ്പിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ആനന്ദം തരുവാൻ ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ തിരുവൾത്താരയിലേക്ക് മാത്രം നോട്ടം വെച്ച് അവനെ മാത്രം നീ ഉറ്റുനോക്കുക. കർത്താവിൻ്റെ വചനം യേശയ്യാ 40:25. ആരോട് നിങ്ങൾ എന്നെ ഉപമിപ്പിക്കും? ആരാണ് എനിക്ക് സാദൃശ്യൻ? ഞാൻ പരിശുദ്ധനിൽ പരിശുദ്ധനാണ് എന്ന് സ്വർഗത്തിൻ്റെ ശക്തി പരിശുദ്ധനായ ദൈവം നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിൻ്റെ പരിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ദിവികാരുണ്യ അൾത്താരയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ മാലാഖമാർ മുഖം പൊത്തി കാലുകൾ മറച്ചു നിൽക്കുന്ന സറാബുകളുടെ മധ്യത്തിൽ ദിവികാരുണ്യനാഥൻ ഇവിടെയുണ്ട്. മക്കളെ, കർത്താവേ, നിന്റെ വലിയ മഹത്വം കൊണ്ടിപ്പോൾ ഈ ആലയത്തെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അവൻ്റെ പരിശുദ്ധി ആലയം മുഴുവൻ നിന്നിലും എന്നിലും എല്ലാം വന്ന് നിറയപ്പെടാൻ നീ ആഗ്രഹിക്കാൻ പോവുകയാണ്. ദൈവമക്കളെ, കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. ഇന്ന് അവൻ്റെ പരിശുദ്ധിയെ നീ പാടി സ്തുതിക്കുമ്പോൾ ഇന്നോളം കിട്ടിയിട്ടില്ലാത്തൊരു കൃപ, സ്വർഗത്തിൻ്റെ ഒരു കൃപ, ഒരു തൊടല് ഇന്ന് നീ അനുഭവിക്കാൻ പോവുകയാണ്. ദൈവമക്കളെ, വെളിപാട് പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വചനം ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്: ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം, ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ, രാപകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു. ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ ജീവികൾ സിംഹാസനത്തിന് ചുറ്റും നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിന്റെ മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവന് സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തു: ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. മക്കളെ, സ്വർഗത്തിൽ മാലാഖമാരും വിശുദ്ധരും എല്ലാം സ്വർഗത്തനായ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ഇതാ ഭൂമിയിലെ മർത്യരായ നമ്മൾ, അവന്റെ സൃഷ്ടികളായ നമ്മൾ, അവന്റെ പരിശുദ്ധി ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവേ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ എന്ന് ഇരുകരങ്ങളും ഉയർത്തി മക്കളെല്ലാം പറഞ്ഞ് കർത്താവേ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ, എല്ലാ തരങ്ങളും പരിശുദ്ധൻ എന്ന് മാത്രം പറയട്ടെ. ആവർത്തിച്ച് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗത്തിന്റെ പരിശുദ്ധി നിന്നിലേക്ക് വ്യാപരിക്കും. അശുദ്ധിയെ കുറിച്ച് ബോധ്യം കിട്ടും, പാപബോധം കിട്ടും. യേശയ്യാ ദേവാലയത്തിലേക്ക് വന്നപ്പോൾ പരിശുദ്ധൻ 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 എന്ന് കേട്ടപ്പോൾ അവൻ പറഞ്ഞു: കർത്താവേ, ഞാൻ അശുദ്ധനാണ് കർത്താവേ, അശുദ്ധമായ നമ്മൾ മധ്യ വസിക്കുന്നവൻ. മക്കളെ, അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അനുതാപം കിട്ടാൻ എല്ലാ തരങ്ങളും പറയട്ടെ: പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഓ കർത്താവേ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് അത്യുന്നതനാണ്, അങ്ങ് പരിശുദ്ധനാണ്. പാപികളായ ഞങ്ങൾ നിന്റെ പരിശുദ്ധി ഏറ്റുപറയുന്നപ്പാ. അനുതാപം തരണേ കർത്താവേ, അനുതാപം തരണേ കർത്താവേ, വലിയ അനുതാപം. മക്കളെ, നമ്മുടെ ഹൃദയം നൊന്ത് കരയുന്ന അനുതാപം. അശുദ്ധിയെ കുറിച്ച് ബോധ്യം വേണോ? നീ ഇപ്പൊ അവന്റെ പരിശുദ്ധിയെ മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മലഹമാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ ഈശോ ഈശോ
ഈശോയേ എന്റെ ദൈവമേ, എന്റെ ഈശോയെ ആരാധന, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ദൈവശക്തി ആലയത്തിലെ മക്കളെ ആത്മശക്തി വ്യാപരിക്കട്ടെ. കീർത്തനങ്ങൾ കേൾക്കാൻ ഇടയാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, എല്ലാ മക്കളും ചേർന്ന് പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയാകണമേ. പരിശുദ്ധിയെ ഒരിക്കൽ കൂടി ചേർന്ന് പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയാ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ ഹല്ലേലൂയ. ഓ ദൈവമേ, ഓ സ്നേഹമേ, ഓ കാരുണ്യമേ, ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ആരാധന. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ദൈവമക്കളെ, കർത്താവെ നിന്റെ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല കർത്താവെ. ഒത്തിരി കുറവുള്ള ആളാ ഞാൻ. നിന്റെ പരിശുദ്ധിയിലേക്ക് നോക്കി ഞാൻ നിന്നെ സ്തുതിക്കുകയാ. ഞാൻ അശുദ്ധിയുള്ളവനാ, അശുദ്ധമായ അതിനുള്ള മധ്യ വസിക്കുന്നവനാ. ദൈവമക്കളെ, യെശയ്യാ പ്രവാചകൻ അങ്ങനെ പറഞ്ഞ സമയം അവന്റെ അശുദ്ധിയെ കുറിച്ച് അവൻ ഏറ്റുപറഞ്ഞപ്പോ സ്വർഗം അവന്റെ മേൽ ഒരു പ്രവൃത്തി ചെയ്തു. മാലാഖ ഒരു കൊടിലുകൊണ്ട് തീക്കനൽ എടുത്തുകൊണ്ടുവന്ന് അവന്റെ അധരത്തെ തൊട്ടിട്ട് പറഞ്ഞു, നിന്റെ അശുദ്ധി നീക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ മാലിന്യം മായ്ക്കപ്പെട്ടിരിക്കുന്നു. ദൈവമക്കളെ, ഈ ആലയത്തിൽ ആ സർവശക്തൻ സന്നിഹിതനാണ്. നീ അവനോട് പറയണം, ഞാൻ അശുദ്ധിയുള്ളവനാണ്, ഞാൻ അശുദ്ധിയുള്ളവളാണ് കർത്താവേ. അങ്ങനെ പറഞ്ഞാൽ നിന്നെ വിശുദ്ധീകരിക്കുന്ന സ്വർഗത്തിന്റെ പ്രവൃത്തി നിനക്കിപ്പോ കാണാൻ പറ്റും. വചനം പറഞ്ഞിട്ടുണ്ടല്ലോ, യേശയ്യാ പറഞ്ഞു, കർത്താവേ ഞാൻ അശുദ്ധനാണ്. അപ്പോൾ മാലാഖ തീക്കനല് കൊണ്ട് അവനെ വിശുദ്ധീകരിച്ചെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അശുദ്ധിയുണ്ടെന്ന് നീ ഏറ്റുപറയുന്ന നിമിഷം സ്വർഗത്തിൽ നിന്ന് തിരുക്കുമാരന്റെ തിരുരക്തം കൊണ്ട് നിന്നെ കഴുകാൻ ഇതാ തിരുക്കുമാരൻ തിരുവൾത്താര വിട്ടിറങ്ങി വരാൻ പോവുകയാണ്. ആ തിരുരക്തം നിന്റെ അശുദ്ധി കഴുകിക്കളയും. കർത്താവേ, എന്നെ കഴുകട കർത്താവേ, തിരുരക്തം കൊണ്ട് എന്നെ കഴുകട കർത്താവേ, എന്റെ ചിന്തയെ കഴുകു കർത്താവേ, എന്റെ ഓർമ്മയെ കഴുകു കർത്താവേ,
എന്റെ ശരീരത്തെ കഴുകു കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെ കഴുകു കർത്താവേ. പ്രിയപ്പെട്ട മക്കളെ, അതരം കഴുകാൻ പ്രാർത്ഥിക്ക്, നാവിനെ കഴുകാൻ പ്രാർത്ഥിക്ക്, നിന്റെ പ്രവൃത്തികളെ കഴുകി വിശുദ്ധീകരിക്കാൻ, തിരുരക്തം കൊണ്ട് നിന്നെ വിശുദ്ധീകരിക്കാൻ, കുറവുള്ള മേഖലകളിലെല്ലാം തിരുരക്തം ഇറങ്ങി വരാൻ ആഗ്രഹിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചേ. തിരുരക്തം, തിരുരക്തം, തിരുരക്തത്തിന്റെ അഭിഷേകം ഈശോയെ, തിരുരക്തത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ ഈശോയെ. ഓരോ കുറവുകളും കർത്താവേ തിരുരക്തം കൊണ്ട് കഴുകപ്പെടട്ടെ. അനുതാപത്തിന്റെ മേൽ തിരുരക്തം ഒഴുകണേ കർത്താവേ. തിരുരക്തത്തിന്റെ അഭിഷേകം തിരുക്കരത്താൽ താങ്ങി, തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ കർത്താവേ. തിരുരക്തത്താൽ അശുദ്ധിയെല്ലാം മാറട്ടെ, പാപമെല്ലാം നീങ്ങട്ടെ കർത്താവേ. ഞങ്ങളെല്ലാം സൗഖ്യമുള്ളവരാവട്ടെ ഈശോയെ, ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. പാപമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവാൽ സുഖപ്പെടട്ടെ, തിരുമുറിവാൽ സുഖപ്പെടട്ടെ. തിരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. അശുദ്ധിയെല്ലാം മാറിടട്ടെ, എന്നിൽ വിശുദ്ധി എന്നിൽ നിറഞ്ഞിടട്ടെ. അശുദ്ധിയെല്ലാം മാറിടട്ടെ, വിശുദ്ധി എന്നിൽ നിറഞ്ഞിടട്ടെ. തിരുമുറിവാൽ ഞാൻ സുഖപ്പെടട്ടെ, തിരുരക്തത്താൽ ഞാൻ സുഖപ്പെടട്ടെ. തിരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. സ്വരമുയർത്തി പാടാം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം എന്നിൽ ഒഴുകട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം എന്നിൽ ഒഴുകട്ടെ. കർത്താവേ, അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിശുദ്ധരായിരിക്കാൻ കർത്താവേ, കുമ്പസാരക്കുട്ടിയിലേക്ക് ഓടി വരാൻ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. അനേകം ദിവസങ്ങളായി, മാസങ്ങളായി കുമ്പസാരിക്കാത്ത മക്കളുണ്ട്. ക്രിസ്മസിന് പോലും കുമ്പസാരിക്കാത്ത മക്കൾ ഇവിടെയുണ്ട്. ആ മക്കളൊക്കെ ഈശോയോട് പറ, അനുതാപം തരണേ കർത്താവേ. തിരുരക്തത്തിന്റെ അഭിഷേകം സ്വീകരിക്കാൻ, കുമ്പസാരക്കുട്ടിലേക്കുള്ള കഴുകപ്പെടലിനായി എന്നെ ഇപ്പോൾ ഒരുക്കണം കർത്താവേ. എനിക്ക് അനുതാപം തരണേ. കരഞ്ഞു 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 പ്രാർത്ഥിച്ചേ മക്കളെ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ. പാപമെല്ലാം മാറിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ. പാപമെല്ലാം മാറിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. തിരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കരങ്ങൾ ഉയർത്തിയടിച്ചേർന്ന് പാടാം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. സ്വരമുയർത്തി ചേർന്ന് പാടാം.
യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. സ്വരമുയർത്തി. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം എന്നിൽ ഒഴുകട്ടെ, യേശുവിൻ രക്തം, യേശുവിൻ രക്തം എന്നിൽ ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ മുമ്പിൽ ഒട്ടിമേലായിരിക്കാം. കർത്താവിനോട് ഇന്ന് നമ്മൾ ചോദിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. അവൻ്റെ പരിശുദ്ധിയിലേക്ക് കൂടുതൽ അടുക്കാൻ, അശുദ്ധിയെല്ലാം കഴുകിക്കളയാൻ ഒരു കൃപ ചോദിക്കുന്ന ദിവസമാണിന്ന്. ദൈവമക്കളെ, കുമ്പസാരത്തിലൂടെ വലിയ കൃപ ഈശോ തരും നമുക്ക്. അനുതാപമില്ലാതെ കുമ്പസാരക്കൂടിലേക്ക് ഓടിയാൽ ഒന്നും കിട്ടില്ല. കുമ്പസാരത്തിൻ്റെ കൃപ കിട്ടാതെ വരുമ്പോഴാണ് നിനക്ക് ഗാഢമായി സ്നേഹിക്കാൻ പറ്റാതെ വരുന്നത്. തിരുരക്തത്തിൻ്റെ കഴുകപ്പെടലില്ലാതെ ഗാഢമായി സ്നേഹിക്കാൻ പറ്റില്ല മക്കളെ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോട് പറ, ഈശോയെ, നാളത്തെ എൻ്റെ കുമ്പസാരം ആഴമായൊരു കഴുകപ്പെടലിനായി എന്നെ ഒരുക്കണം ഈശോ. എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവെ, നീ തന്നെ എന്നെ ഒന്ന് ഒരുക്കണം. ഈ രാത്രി എനിക്ക് പറഞ്ഞു തരണം കർത്താവെ, ചെറുതായതും വലുതായതുമായ എൻ്റെ ഓരോ കുറവുകളും എനിക്ക് പറഞ്ഞു തരണം. നിൻ്റെ പരിശുദ്ധിയിലേക്ക് നടന്നെടുക്കുമ്പോൾ ദൈവ ഐക്യത്തിലേക്ക് എത്തുന്ന എനിക്ക് തടസ്സം നിൽക്കുന്ന കൊച്ചു കൊച്ചു പാപങ്ങൾ പോലും എനിക്ക് പറഞ്ഞു തരണം കർത്താവേ. എനിക്ക് വലിയൊരു വിടുതൽ തരണം കർത്താവേ. എല്ലാ മക്കളും ചോദിച്ചേ മക്കളെ, അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഈശോ ആവർത്തിച്ച് ആവർത്തിച്ച് പാപിയായി എന്നോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങ, നിങ്ങളെ തന്നെ. ഈശോ ചെയ്തോളും. ഇത് ഈശോയുടേതാ, ഈശോയുടെ ധ്യാനമായി. ഇത് ഈശോ ചെയ്യും. നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും കുറയ്ക്കാൻ പറ്റില്ല. അവന് എല്ലാം കൂടുതലായിട്ട് തരും ഈശോ. ദൈവമക്കളെ, ഈ ഒരു വലിയ ആഗ്രഹം, ഒന്നാമത്തെ ആഗ്രഹം അതാ, കഴുകപ്പെടുക. തിരുരക്തം കൊണ്ട് കഴുകപ്പെട്ട് പരിശുദ്ധിയിലേക്ക് നടന്നെടുക്കുക. രണ്ടാമത്തെ ആഗ്രഹം അവനോട് ചോദിക്കണം, ഹൃദയത്തിൽ ഗാഢമായി സ്നേഹിക്കാൻ പറ്റാത്ത വിധത്തിൽ വെറുപ്പുള്ള എന്നെ കർത്താവേ, തിരുരക്തം കൊണ്ടൊന്ന് കഴുകി ഗാഢമായി സ്നേഹിക്കാൻ കൃപ തരണേ. ഇന്ന് രണ്ട് കൃപകൾ ഈശോ ഈ ആലയത്തിൽ വർഷിക്കും. അത് അനുതാപത്തിൻ്റെ കൃപയും ക്ഷമയുടെ കൃപയുമാണ്. പരിശുദ്ധന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന വലിയ രണ്ട് സമ്മാനങ്ങളാണ്. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധനായ കർത്താവ് ഇവിടെയുണ്ട്. ഈശോയോട് എല്ലാ മക്കളും വ്യക്തിപരമായിട്ട് ചോദിക്കുക. ഇത് വ്യക്തിപരമാണ് കേട്ടോ. കുമ്പസാരം വ്യക്തിപരം, ക്ഷമ എന്ന കൃപ അത് വ്യക്തിപരമാ. അതിങ്ങനെ ഓരോ വ്യക്തികൾക്കും കർത്താവ് തരുന്ന, ചോദിക്കുന്നവർക്കേ കിട്ടുകയുള്ളൂ. സൂര്യനെ കർത്താവ് ഭൂമിയിൽ എല്ലാവർക്കും കൊടുക്കും, മഴ എല്ലാവർക്കും കൊടുക്കും. എന്നാൽ നിനക്ക് പരിശുദ്ധി എത്ര വേണോ അത് നീ ചോദിച്ചാൽ നിനക്ക് വ്യക്തിപരമായി തരുന്നതാണ്. ദൈവമക്കളെ, കർത്താവിനോട് പറ, എനിക്ക് ഒത്തിരി കുറവുണ്ട് കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ ധ്യാന ദിവസങ്ങൾ ഈശോ ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം. ഇതിൽ 85% ആളുകളും വിശ്വസിച്ചു കഴിഞ്ഞു. ചിലരൊക്കെ ഇത് നടക്കുമോ എന്ന് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ കാണിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഞാൻ പറയുക, വിശ്വസിക്കുക. ഈശോ വലിയ കൃപകൾ ചൊരിയും. പരിശുദ്ധൻ ഇവിടെയുണ്ട്. അവന്റെ പ്രസാദം നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന ദിവസങ്ങളാണ് നാളെയും നാളെ കഴിഞ്ഞു. കർത്താവിന്റെ തിരുനാൾ ദിവസം നിങ്ങൾ അത്ഭുതങ്ങൾ കാണുന്ന ദിവസമായി മാറണം. വ്യക്തിപരമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുക. കർത്താവേ, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ചോദിച്ചേ, എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് അനുദപിക്കാൻ തയ്യാറാ കർത്താവേ. എനിക്കിതെല്ലാം തരണം. അനുതാപം തടസ്സം നിർത്തിയിരിക്കുന്ന ഏതെങ്കിലും മേഖലകൾ അതെല്ലാം മക്കൾ ഈശോയ്ക്ക് കൊടുത്തേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് രണ്ട് കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. നിനക്ക് കുമ്പസാരിക്കാനുള്ള ആഗ്രഹത്തെ സമർപ്പിച്ച്
തടസ്സങ്ങളൊന്നുമില്ലാതെ കുമ്പസാര വേദിയിലേക്ക് ഓടാൻ കൃപ ചോദിച്ച് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ഈശോ എന്റെ ഈശോയേ ഈശോയെ 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 ചങ്കുവട്ടി വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച എല്ലാ ജീവിതങ്ങളും ഈശോയെ ഈശോയെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ മഹത്വം 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 മഹത്വം. ഈശോയെ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോ ഒരു കുടുംബത്തിന്റെ ഭാരം, അതായത് ആ ചേട്ടൻ ഒത്തിരി അധ്വാനിച്ചിട്ട് ഒന്നും മുന്നോട്ട് പോകാത്തൊരവസ്ഥയുണ്ട്. ആ ചേട്ടൻ ഈശോ ആ ഭാരം ഏറ്റെടുത്ത് അധ്വാനിക്കാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുകയാണ്. കർത്താവെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആളുടെ ഈ ഇടവകയിലെ 3 പേരുടെ ജീവിതത്തിൽ കേസ്, പോലീസ് കേസുമായി ബന്ധപ്പെട്ട് കോടതി കയറി ഇറങ്ങുന്ന അവസ്ഥയുണ്ട്. ഈശോ ആ മേഖല ഒരു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. പള്ളിയുമായി കൂടുതൽ സ്നേഹിക്കാൻ പറ്റാത്ത വിധത്തിൽ മാറി നിൽക്കുന്ന ഒരു കുടുംബത്തെ ഈശോ കാണിച്ചു തരുന്നു. ജീവിത പങ്കാളിയെ സമർപ്പിക്കാനായിട്ട് ഇപ്പോൾ ഈശോ ആവശ്യപ്പെടുന്നു. പ്രത്യേക സമർപ്പിക്കുക. ദൈവകൃപ കുടുംബത്തിൽ തടസ്സപ്പെടാതിരിക്കാൻ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. മറ്റൊരാളുടെ ആധാരം കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അതികഠിനകരമായ പാപമാണത്. കർത്താവ് പറയുന്നു അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് എന്ന് പറയുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കരയുന്ന 3 വ്യക്തികളെ ഈശോ കാണിച്ചു തരുന്നു. കർത്താവ് ഗാഢമായി സ്നേഹിക്കാൻ കൃപ നിറയ്ക്കുന്നതായി പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. എപ്പോഴും പരു വരുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഈശോ അതിനുള്ള നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് ഇപ്പോൾ ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. മാനസിക ഡിപ്രഷൻ ഉള്ള ഒരു വ്യക്തിയെ ഈശോ തൊടുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധി പാലിക്കാൻ പറ്റാത്ത 7 യുവജനങ്ങള്, കണ്ണിന്റെ വിശുദ്ധി പാലിക്കാൻ പറ്റാത്ത, ശരീരത്തിന്റെ വിശുദ്ധി പാലിക്കാൻ പറ്റാതെ വീണ്ടും 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 പോകുന്ന 7 മക്കൾക്ക് ഇപ്പോൾ ഈശോ പ്രത്യേകമായി കൃപ കൊടുക്കുന്നു. ചോദിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി നന്ദി.